വാർത്തയിലേക്ക്. കേരളീയ പൊതുവിദ്യാഭ്യാസ രംഗത്തെ ലോക നിലവാരത്തിലെത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് പിണറായി സർക്കാരെന്ന് CPIM ജില്ലാ സെക്രട്ടറി എൻ സുരേഷ് ബാബു. ഇടതുവിരുദ്ധ സംഘടനകളുടെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും കുപ്രചരണങ്ങൾ സമൂഹം ഏറ്റെടുക്കുന്നുണ്ടെന്നും KSTA സംഘടിപ്പിച്ച ധർണ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് EN സുരേഷ് ബാബു പറഞ്ഞു. ഒന്നാം പിണറായി സർക്കാരിനേക്കാൾ മോശമാണ് രണ്ടാം പിണറായി സർക്കാർ എന്ന കുപ്രചരണമാണ് വ്യാപകമായി നടക്കുന്നത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ ചിലവഴിച്ച തുകയേക്കാൾ രണ്ടാം പിണറായി സർക്കാർ 3 വർഷത്തിനകം തന്നെ ചിലവഴിച്ചു. വിദ്യാഭ്യാസ മേഖലയുടെ പശ്ചാത്തല സൗകര്യങ്ങൾ രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തി. അന്താരാഷ്ട്ര നിലവാരം പഠനരംഗത്തുണ്ടാവണമെന്ന നിശ്ചയദാർഢ്യത്തിനാണ് പരിഷ്കാരങ്ങൾ നടത്തുന്നത്. ആനുകൂല്യങ്ങൾ വൈകിയെന്ന് പറയുന്നവർ എന്തുകൊണ്ട് വൈകുന്നുവെന്ന് വിശദീകരിക്കണം. കേരളം ഏറെ പ്രയാസപ്പെടുന്ന ഘട്ടത്തിൽ കേന്ദ്രം സാമ്പത്തികമായി ഞെരുക്കുകയാണ് ചെയ്തതെന്ന് പ്രതിഷേധക്കാർ അറിയണമെന്നും സുരേഷ് ബാബു പറഞ്ഞു. രണ്ടാം പിണറായി ഗവൺമെന്റ് 1,60,60,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് നിർവഹിച്ചു വരുന്നത്. എന്നാൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ഇതൊന്നും കാണാൻ കഴിയുന്നില്ല. കേരളത്തിലെ വിദ്യാഭ്യാസത്തെ തെറ്റായി വ്യാഖ്യാനിക്കുന്നതിനുള്ള തലത്തിലേക്ക് പ്രചരണം നടത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ സംഘടിതമായി ശ്രമിക്കുന്നു. നമുക്കറിയാം, 2024 ഇപ്പോ നടന്നത് പൂർത്തിയായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ്, 18ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല തിരിച്ചടിയാണ് ഉണ്ടായിട്ടുള്ളത്. ആ തിരിച്ചടി കേരളത്തിൽ ഉണ്ടായതിന്റെ അടിസ്ഥാന കാരണമെന്ന് കേരളത്തിലെ നേട്ടങ്ങളെയെല്ലാം, ഏത് നേട്ടങ്ങളെയും തെറ്റായി ചിത്രീകരിക്കുന്ന പ്രചാരവേലകളല്ലേ പത്രങ്ങളും ദൃശ്യമാധ്യമങ്ങളും നടത്തിയത്. അതല്ലേ ഈ കേരളത്തിലെ UDF-ഉം BJP-യും കൈകോർത്ത് പിടിച്ചുകൊണ്ട് കേരളത്തിലെ പുറകോട്ട് നടപ്പിക്കാനുള്ള ശ്രമമല്ലേ നടന്നത്. ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA കുടിശ്ശിക അനുവദിക്കുക, സ്പെഷ്യലിസ്റ്റ് അധ്യാപക പ്രശ്നങ്ങൾ പരിഹരിക്കുക, പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം. ഇൻഡോർ സ്റ്റേഡിയം പരിസരത്ത് നിന്ന് മാർച്ച് നടത്തിയ ശേഷം സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് ധർണാ സമരം സംഘടിപ്പിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.